നമസ്കാരം സുഹൃത്തുക്കളെ, വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ചോറ്റാനിക്കരക്ക് അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ചോറ്റാനിക്കര എന്ന് പറയുമ്പോൾ തൊട്ടടുത്താണ് നമ്മുടെ ചോറ്റാനിക്കര അമ്പലം. കറക്റ്റ് സ്ഥലം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരുവാണിയൂർ എന്ന് പറയും. തിരുവാണിയൂരാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മളിവിടെ വന്നേക്കുന്നത് വെസൽ പിടിപ്പിക്കാനാണ്. വെസൽ എന്ന് പറയുമ്പോൾ നമുക്ക് 2 വെസലാണ് ഇവിടെ പിടിപ്പിക്കേണ്ടത്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയാം. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ നമുക്ക് ഇവിടുത്തെ കസ്റ്റമർ എന്ന് പറയുമ്പോൾ നമ്മൾ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വിളിച്ച കസ്റ്റമറാണ്. അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹം UK-ലാണ്. ഇവിടെ നേരത്തെ തന്നെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, തേർഡ് പാർട്ടി ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ റിപ്പോർട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വെള്ളത്തിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഹാർഡ്നെസ്, അതേപോലെ തന്നെ അയൺ, ടർബിഡിറ്റി, pH-ന്റെ അഭാവം, ഇങ്ങനെ കുറെ ഇഷ്യൂസ് ആണ് അതിനകത്തുള്ളത്. അപ്പോൾ നമ്മളിവിടെ അതിനുശേഷം നമ്മളിവിടെ വന്നു, നമ്മളുടേതായ ടെസ്റ്റിംഗ് നമ്മൾ നടത്തി. അപ്പോഴും ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് ഹൈ ആയിട്ട് തന്നെ അതിലും കാണിച്ചത്. അപ്പോൾ അതിന്റെ ആ ഒരു വെള്ളത്തിന്റെ ക്വാളിറ്റിക്ക് അനുസൃതമായിട്ട് ഇഷ്യൂസ് എല്ലാം പരിഹരിച്ച് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടത്തേക്ക് സജസ്റ്റ് ചെയ്തേക്കുന്ന 2 വെസലാണ്. ഒരു 14-ന്റെ വെസലും ഒരു 13-ന്റെ വെസലും. ടാറ്റയുടെ 2 വെസലാണ്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൾട്ടിമീഡിയയും അതേപോലെ തന്നെ ഒരു സോഫ്റ്റ്നറുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 14-ന്റെ വെസലിൽ നമ്മൾ മൾട്ടിമീഡിയയും 13-ന്റെ വെസലിൽ നമ്മൾ സോഫ്റ്റ്നറാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഗ്രാവിറ്റിയിലാണ് ചെയ്യുന്നത്. അപ്പൊ ബാക്കിയൊക്കെ ഞാൻ നിങ്ങൾ നേരിട്ട് കാണിച്ചു തരാം. അപ്പൊ അതിനു മുന്നേ നിങ്ങളടുത്ത് പറയാനുള്ളത്, നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലവും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് കാണിച്ചു തരാം. ബൈ. വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ വേറെ കൊല്ലം ഇവിടെ തന്നെയാണ്. 2 വെസലൊക്കെ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 14-ന്റെ ഒരു വെസലും അതേപോലെ തന്നെ 13-ന്റെ വെസലും. അപ്പൊ ഗ്രാവിറ്റിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കുഴപ്പം 1.25 ഇഞ്ചിന്റെ ലൈൻ ഇറങ്ങി വന്നതാണ്. സാധാരണ 1.5 ഇഞ്ചിന്റെ ലൈനാണ് വരാറ്. പക്ഷെ ഒരു പഴയ പ്ലംബിങ് അതിന്റെ പേരിൽ 1.25-ന്റെ ലൈനാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഗ്രാവിറ്റിയിൽ വേണം ചെയ്യാനായിട്ട്. ഗ്രാവിറ്റിയിൽ ചെയ്താൽ ഇത് ശരിയാവുള്ളൂ. കാരണം നല്ല രീതിയിൽ ഏകദേശം ഒരു 2 BPM മേലെ നമുക്ക് അയന്റെ വാല്യൂ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഹാർഡ്നെസ്, ടർബിഡിറ്റി നല്ല രീതിയിലുള്ള ടർബിഡിറ്റി ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മീഡിയാസ് കൂടി ഉണ്ട്. കാർബൺ, കാറ്റലോഗ്സ്, സോഫ്റ്റ് മീഡിയ, അതുപോലെ തന്നെ MnO2, ബാക്കിയുള്ള അനുബന്ധ മീഡിയാസ് ഒക്കെ നമുക്ക് ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കോട്ടോ. അപ്പൊ ബൈ.
ഇത് നമ്മുടെ ഓവർ ഹെഡ് ടാങ്കിന്റെ മൂടി അഴിച്ചു മാറ്റിയിട്ട് അതിൽ നെറ്റ് അടിക്കുന്ന ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രോപ്പർ ഓക്സിഡേഷന് വേണ്ടിയിട്ടാണ്. നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടാ നമ്മുടെ വെസൽ ഫിൽട്രേഷന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ഇൻസ്റ്റാളേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മീഡിയാസ് എല്ലാം ഫില്ല് ചെയ്തു. രണ്ട് ടൈപ്പ് ഫിൽട്രേഷൻ സിസ്റ്റമാണ്. ഒന്ന് മൾട്ടിമീഡിയ എന്ന് പറയുമ്പോൾ നമുക്ക് അയൺ റിമൂവർ മീഡിയ അടക്കമുള്ള മൾട്ടിമീഡിയാസ്, അതായത് ഇതിനകത്ത് കാറ്റലോഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ട്, MnO2 ഉണ്ട്, ബാക്കി സപ്പോർട്ടിംഗ് മീഡിയാസ് അടക്കം ഉള്ളൊരു മൾട്ടിമീഡിയ. അതുകൂടാതെ ഇതൊരു 1354 സോഫ്റ്റ്നറാണ്. അപ്പൊ രണ്ട് ടൈപ്പ് ഫിൽട്രേഷൻ സിസ്റ്റം ആണ്. അപ്പൊ നമ്മളുടെ പ്ലംബിങ്ങിന്റെയും ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ നേരെ സൂചിപ്പിച്ചല്ലോ. അതിപ്പോ ബാക്ക് വാഷ് മോഡിൽ ഇട്ടേക്കണത്. ബാക്ക് വാഷ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബാക്ക് വാഷ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ലൈനപ്പ് ചെയ്ത് ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് കാണിച്ചു തരാം. പിന്നെ അതിനകത്ത് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഇതിനകത്തൊന്ന് റീജനറേഷൻ ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. അത് കസ്റ്റമർ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എങ്ങനെയാണ്, എത്ര ഷെഡ്യൂളിലാണ് ചെയ്യേണ്ടത്. ഇപ്പൊ പുതിയ മീഡിയ അതിന്റെ പേരിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആവശ്യമില്ല. അത് കഴിഞ്ഞ് നമ്മുടെ സോഫ്റ്റ് വാട്ടർ മാറി പഴയ മോഡിലേക്ക് പോകുമ്പോൾ നമുക്ക് സോൾട്ട് വാട്ടർ വെച്ച് നമുക്ക് ഇതിനെ റീജനറേഷൻ ചെയ്യേണ്ടി വരും. അപ്പൊ അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. സോഡിയം ക്ലോറൈഡ് അടക്കം ഉണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ബാക്ക് വാഷ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോ ബാക്ക് വാഷ് കഴിഞ്ഞ് നോർമലൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കസ്റ്റമർക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വെച്ചിട്ടാണ്. കസ്റ്റമർ ഉണ്ട്, മാമിനെ വിളിക്കാൻ വരൂ. ഇത് നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞു എന്നുള്ള കാര്യം ഏകദേശം ഇപ്പൊ കണ്ട മനസ്സിലാവുണ്ടല്ലോ അല്ലെ. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് ഫിൽട്രേഷൻ സിസ്റ്റമാണ് നമുക്ക് ഇവിടെ. അതായത് ഒന്ന് നമ്മളുടെ മൾട്ടിമീഡിയം, വേറെ ഒരെണ്ണം സോഫ്റ്റ്നർ എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് ഫിൽട്രേഷൻ സിസ്റ്റമാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. കാരണം നമ്മുടെ വെള്ളത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മളോട് ചെയ്തേക്കുന്നത്. വെള്ളത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയത് ഹെവി ആയിട്ടുള്ള അയണാണ്. അയണിന്റെ സാധ്യത ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഹാർഡ്നെസ് ഉണ്ടായിരുന്നു വെള്ളത്തിന്, കട്ടിപ്പ്, പിന്നെ pH-ന്റെ അഭാവം, പിന്നെ ചെറിയ രീതിയിൽ സ്മെല്ല്, പിന്നെ ടർബിഡിറ്റി, അതായത് കലക്കം, അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് ആണ് നമ്മുടെ വെള്ളത്തിലുള്ളത്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ള ഫിൽട്രേഷൻ സിസ്റ്റമാണ് ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ഇപ്പൊ നമ്മൾ ഗ്രാവിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഇറങ്ങി വരുന്ന ലൈനിലാണ് നമ്മൾ ഈ സംഭവം പിടിപ്പിച്ചേക്കുന്നത്. പിന്നെ അത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഓക്കെ. എനിവേ, അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വായോ, ഇങ്ങോട്ട് വന്നോളൂ. അപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ ലൈൻ, ഇറങ്ങി വരുന്ന ലൈൻ. സാധാരണ രീതിയിൽ 1.5 ഇഞ്ചിന്റെ ലൈനാണ് സാധാരണ വരാറ്. ഇതിപ്പോ 1.25 ഇഞ്ചിന്റെ ലൈനാണ് വന്നേക്കണേ. അപ്പൊ ആ ലൈനെ നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട്, ഇതിന് മുന്നേ ഇവിടെ ഒരു വാൽവ് ഉണ്ടായിരുന്നു. മാസ്റ്റർ വാൽവായിട്ട് നിങ്ങൾ കണക്കാക്കിയത് ഈ ഒരു വാൽവാണ്. ഇപ്പൊ ഇതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ഇതിനെ അടച്ചിട്ട് ബൈപ്പാസ് വാൽവ് ആക്കി. അത് എന്തിനാന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇപ്പൊ നിലവിൽ ഇപ്പോ ഈ ഇറങ്ങി വരുന്ന ലൈൻ നമ്മൾ ഇവിടുന്ന് ടീ കണക്ഷൻ ഇട്ടിട്ട് നേരിട്ട് ഇവിടെ ഒരു വാൽവ് കൊടുത്തേക്കാണ്. മാസ്റ്റർ വാൽവ്, ഇൻലെറ്റ് വാൽവ്, വെസലിലേക്ക് കയറുന്ന വാൽവ്. ജസ്റ്റ് ഒരു റഫായിട്ട് ഒരു ലൈൻ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ കയറിയിട്ട് നേരെ ഇതിലേക്ക് പോന്നിട്ട് നേരെ ഈ വെസലിൽ വന്ന് കയറും. ഇവിടെ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് അടുത്ത വെസലിലേക്ക് പോകും. എന്നിട്ട് ഇതിലെ ഔട്ടായിട്ട് വീണ്ടും നമ്മുടെ ഈ ലൈനിൽ വന്ന് ലൂപ്പാവും. ഇൻ ബിറ്റ്വീനുള്ള ഈ വാൽവ് അടച്ചു വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് റോ വാട്ടർ, അതായത് വിത്തൗട്ട് ഫിൽട്രേഷൻ ക്ലബ് ആവില്ല. ഫിൽട്ടർ വാട്ടർ മാത്രമേ നമുക്ക് അകത്തേക്ക് കിട്ടത്തുള്ളൂ. ഇങ്ങനെ കയറി ഫിൽട്ടറായി തിരിച്ചു വീണ്ടും ഇതിലേ വന്ന് ഇറങ്ങും. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു വാൽവിന്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും നമ്മുടെ ഫിൽട്രേഷൻ സിസ്റ്റം ഒരു കംപ്ലൈന്റ് വരെയാണ്, മെയിൻ്റനൻസ് വരാമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പൊ ആ സമയത്ത് ഇതിലേക്ക് കയറുന്ന ഇൻലെറ്റ് വാൽവും ഇതിൽ നിന്ന് ഇറങ്ങുന്ന ഔട്ട്ലെറ്റ് വാൽവും അടച്ചിട്ട് ഈ സിസ്റ്റം നമ്മൾ പഴയ രീതിയിലേക്ക് ആക്കുകയാണെങ്കിൽ, അത് ഓപ്പൺ ആക്കുകയാണെങ്കിൽ നമുക്ക് വിത്തൗട്ട് ഫിൽട്രേഷൻ വെള്ളം കിട്ടും. വെള്ളത്തിന്റെ ഷോർട്ടേജ് ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ നിലനിർത്തിയേക്കുന്നത്. ചിലവ് ചെയ്യുമ്പോൾ നേരിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കും. ഈ ഒരു സിസ്റ്റം കൊടുക്കൂല. അതായത് അത് ഓരോരുത്തരുടെ സ്റ്റൈലാണത്. അപ്പോൾ വെള്ളത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്, അതായത് നമ്മുടെ ഫിൽട്രേഷൻ സിസ്റ്റം നമ്മുടെ കംപ്ലൈന്റ് വരുന്ന സമയത്ത് നമുക്ക് വെള്ളം കിട്ടില്ല അങ്ങനെ ചെയ്യുമ്പോൾ. ഇതിപ്പോ അങ്ങനെ വരില്ല. നമുക്ക് നേരെ ഈ ബൈപ്പാസ് വാൽവ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിലേക്കുള്ള ഇൻലെറ്റും ഔട്ട്ലെറ്റും അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്കണക്ട് ആയി ഇതായിട്ടുള്ളത്. പിന്നെ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ പഴയ സിസ്റ്റം ആവും. അപ്പൊ ലൈനിന്റെ ലേഔട്ട് മനസ്സിലായില്ലേ? ഇനി ഇതില് നമുക്ക് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ബാക്ക് വാഷ് എന്നുള്ളൊരു പ്രൊസീജിയർ ഉണ്ട് ഇതിനകത്ത്. ഈ ഒരു വെസലിന്റെ അകത്ത് ഈ 1465 എന്ന് പറഞ്ഞാൽ ഈ ഒരു വെസലിന്റെ അകത്ത് കേസാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിലതില്ല. ഇതിന് റീജനറേഷൻ എന്ന് പറഞ്ഞൊരു മോഡാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഈ ബാക്ക് വാഷ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ നമുക്ക് നല്ല വെള്ളം നമുക്ക് തരുന്നുണ്ടെങ്കിൽ വെള്ളത്തിലുള്ള അഴുക്കിനകത്ത് കെട്ടിക്കിടക്കുന്നുണ്ടാവും. അപ്പൊ ആ അഴുക്കിനെ നമുക്ക് പുറത്തേക്ക് കഴുകി കളയണം. അത് വീക്കിലി വൺസ് അല്ലെങ്കിൽ ട്വൈസ്, ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്യണത്. അത് ഈ വാൽവുമ്പോ തന്നെയാണ് അതിന്റെ പ്രോസസ്സ്. അത് നിങ്ങളുടെ അടുത്ത് ഒന്ന് കാണാൻ പറ്റും കുറച്ച്. ഇതിന് 3 മോഡുകളാണുള്ളത്.
ഒന്ന് ബാക്ക് വാഷ് മോഡ്, പിന്നുള്ളത് റിൻസ് മോഡ്, പിന്നുള്ളത് ഫിൽട്ടർ മോഡ്. ഇത് എഴുതിയിരുന്നു ഓൾറെഡി. ബാക്ക് വാഷ്, റിൻസ്, ഫിൽട്ടർ. നോർമൽ ഫിൽട്ടർ മോഡിലാവുന്ന സമയത്ത് മാത്രമേ നമുക്ക് അടുത്ത ഫിൽട്ടറിലേക്ക് വെള്ളം പാസ്സാവുള്ളൂ. ഉദാഹരണത്തിന് ബാക്ക് വാഷ് ഇട്ടുകൊണ്ട് നമ്മൾ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കിട്ടത്തില്ല. ബാക്ക് വാഷ് എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള അഴുക്കിനെ പുറത്തേക്ക് കഴുകിക്കളയാനുള്ളൊരു പ്രൊസീജിയറാണത്. ആ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു മോഡായ റിൻസിലേക്ക് ഇടണം. ഈ ബാക്ക് വാഷിൽ എന്താ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന അഴുക്കിനെ എന്തോ ആളുകൾ കേൾപ്പിക്കലായിരുന്നു. അല്ല, ഇത് ഞാൻ വീഡിയോ എടുക്കുന്നത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്കും ഈ പറഞ്ഞ എഴുതി വെച്ചാലും കുറച്ച് കാര്യങ്ങളും വ്യക്തത വരില്ല. അപ്പൊ ഇടയ്ക്ക് വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിഫൈ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് വീഡിയോ രൂപത്തിൽ. നിങ്ങൾക്ക് തന്നെ ഉപകാരപ്രദമാവുള്ളത്. അപ്പൊ ഇതിപ്പോ നമ്മള് ബാക്ക് വാഷ് മോഡിൽ ഇട്ട് ഇതിനകത്തുള്ള അഴുക്കിനെ പുറത്തേക്ക് കഴുകി കളയാന്നുള്ള ഒരു വിചാരിക്കാം. ബാക്ക് വാഷ് റബ്ബിനകത്ത് കെട്ടിക്കിടക്കുന്ന അഴുക്കിനെ ഇളക്കി മറിച്ച് പുറത്തേക്ക് കഴുകി കളയുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പൊ അഴുക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് അതിന്റെ കാണാൻ പറ്റും. നമുക്ക് വിസിബിൾ ആണത്. ഈ ട്യൂബ് വഴി പോകുന്ന വെള്ളം ഒഴുക്കുള്ളൂ. ഇതിനകത്തുള്ള ഒഴുക്കുള്ള പോകുന്നത്. അപ്പൊ അത് നോക്കി നമുക്ക് മനസ്സിലാക്കണം. അഴുക്ക് വെള്ളം പോയി കഴിഞ്ഞാൽ, വെള്ളം ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അഴുക്കിനകത്ത് പോയെന്ന്. അപ്പൊ നമ്മൾ അടുത്ത മോഡിലേക്ക് ഇടണം. അടുത്ത മോഡ് എന്ന് പറയുമ്പോൾ റിൻസ് ആണ്. അപ്പൊ റിൻസ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്ക് വാഷ് എന്ന് പറഞ്ഞ സംഭവം ഇളക്കി മറിച്ചിട്ട് പുറത്തേക്ക് കളയാണല്ലോ. അപ്പൊ ഇളക്കി മറിച്ചിരിക്കുന്ന മീഡിയ അതിനെ സീറ്റിംഗ് ആകുന്ന പരിപാടിയാണ് റിൻസ്. അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ 10 മിനിറ്റ് ആണ് ബാക്ക് വാഷ് ചെയ്യണമെങ്കിൽ, ഉദാഹരണ ടൈം ആണോ അത്, നമ്മളുടെ വെള്ളത്തിലെ അഴുക്കിനെ ആശ്രയിച്ചിരിക്കും. അവിടെ നോക്കി 5 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ അഴുക്ക് നമ്മുടെ പോയി തീരാം. ആഴ്ചയിൽ ഒന്നിൽ കൂടുതൽ ചെയ്യുമ്പോൾ അഴുക്ക് അധികം ഉണ്ടാവില്ല. അപ്പൊ അഴുക്കിനെ ആശ്രയിച്ചിട്ടാണ് ടൈമിംഗ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഉദാഹരണത്തിന് 10 മിനിറ്റ് ആണെങ്കിൽ ആ 10 മിനിറ്റ് കഴിഞ്ഞ് അഴുക്ക് തീർന്നു കഴിഞ്ഞാൽ അടുത്ത മോഡിലേക്ക് നമ്മൾ ഇതിനിടണം. അതെങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ വാൽവുമ്പോൾ നമ്മൾ താഴ്ത്തോട്ട് ഇങ്ങനെ പ്രസ് ചെയ്യണം. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ച് ഈ മോഡിലേക്ക് കൊണ്ടുപോയി ഇടാം ബാക്ക് വാഷ്. കണ്ടോ? എന്നിട്ട് ഇതിനെ ജസ്റ്റ് നോക്കാം കറക്റ്റായിട്ട് കട്ടിങ്ങിൽ വീണ്ടണോന്നോ കച്ചിൽ വീണ്ടണോന്നോ. അപ്പൊ നമുക്ക് അതിലെ വെള്ളം പോകും. കണ്ടോ? ഇപ്പൊ ഇൻ കേസ് അഴുക്ക് ഉണ്ടെങ്കിൽ അതിലേക്ക് അഴുക്ക് പൊക്കോളും. ഇപ്പൊ അഴുക്ക് കാണില്ല, കാരണം ഞാൻ ബാക്ക് വാഷ് ചെയ്തൊക്കെ റെഡിയാക്കിയത്. അപ്പൊ ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സിലേക്ക് ഇട്ടേക്കണത്. അപ്പൊ ബാക്ക് വാഷിൽ നമ്മൾ ഇട്ടു നമ്മൾ അഴുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ അഴുക്ക് പോയി തീരും. ഉദാഹരണത്തിന് 10 മിനിറ്റ് കൊണ്ട് ആ അഴുക്ക് പോയി തീർന്നാല് നമുക്ക് അടുത്ത മോഡിലേക്ക് ഇടണം. അടുത്ത മോഡ് എന്ന് പറയുമ്പോൾ റിൻസ് എന്ന് പറഞ്ഞൊരു മോഡാണ്. ഈ ഇളക്കി മറിച്ചിരിക്കുന്ന ബെഡിനെ സീറ്റിംഗ് ആക്കുക, ഇരുത്തുക. അതിനാണ് ഈ റിൻസ്. അപ്പൊ നമ്മൾ വീണ്ടും പ്രസ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചിട്ട് നേരെ നമ്മുടെ റിൻസ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഇടുന്നു. അപ്പോഴും പോകും അവിടെ വെള്ളം പോകണ്ടോ? അത് നോക്കിയാൽ മനസ്സിലാക്കാം. അപ്പോ ഈ ബാക്ക് വാഷും റിൻസും ഇതിന്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊസീജിയർ കഴിഞ്ഞു. നമുക്ക് അടുത്ത വെസലിലേക്ക് നമുക്ക് ഇതിനെ കയറണം. അതായത് ഇവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വെസലിലേക്ക് പോകല്ലോ. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും പ്രസ് ചെയ്തിട്ട് നേരെ നമ്മൾ ഫിൽട്ടർ മോഡിലേക്ക് ഇടാം. ഫിൽട്ടർ മോഡിലേക്ക് ഇടുമ്പോൾ അടുത്തയിലേക്ക് പോകും. അടുത്തയിൽ എന്ന് പറയുമ്പോൾ ഇതേ ടൈപ്പ് വെസലല്ല ഇത് സോഫ്റ്റ്നർ എന്ന് പറഞ്ഞ വെസലാണ്. ഇതിൽ ബാക്ക് വാഷ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ ഇതിൽ ബാക്ക് വാഷ് അല്ല, ഇതിൽ റീജനറേഷൻ എന്ന് പറഞ്ഞ പരിപാടിയാണ്. ഈ റീജനറേഷൻ എന്ന് പറഞ്ഞ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ആ മീഡിയയുടെ പ്രത്യേകത എന്താ, ഇതിനകത്ത് സോഫ്റ്റ് ആക്കുക വെള്ളത്തിന്. നമുക്കിപ്പോ ഹാർഡ്നെസ് ഉണ്ടായിരുന്നല്ലോ, കട്ടിപ്പ് എന്ന് പറഞ്ഞ സംഭവം, അതിനെ നമുക്ക് സോഫ്റ്റ് ആക്കുന്ന പരിപാടിയാണ് ഈ മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മീഡിയക്ക് മൈനസ് പോയിന്റ് ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഹാർഡ്നെസ് എത്രത്തോളം ഉണ്ട്, നമ്മുടെ യൂസേജ് എത്രത്തോളം ഉണ്ട്, ഇതിനെ രണ്ടിനെ ആശ്രയിച്ചിട്ടാണ് ഇതിന്റെ ലൈഫ് നമ്മൾ കണക്കാക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു 250 മേലെ ഹാർഡ്നെസ് ഉണ്ട്, 300 അടുത്ത് ഹാർഡ്നെസ് ഉണ്ടായിരുന്നു, 1000 ലിറ്ററോളം വെള്ളം യൂസേജ് ഉണ്ട്. അപ്പൊ ഏകദേശം ഒരു മാസം, ഒരു 3 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം നമുക്ക് സോഫ്റ്റ് വാട്ടർ കിട്ടുള്ളൂ. ഉദാഹരണം ഉണ്ടാകാൻ പറയണത്, നമുക്കത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കാരണം നമ്മുടെ യൂസേജിനെയും ഒരു പരിധിവരെ ഇത് ആശ്രയിക്കും. യൂസേജ് കുറവാണെങ്കിൽ അതനുസരിച്ചുള്ള പ്രവർത്തനം നടക്കുള്ളൂ. അപ്പൊ ഉദാഹരണത്തിന് 3 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച കഴിയുമ്പോൾ ഇതിന്റെ ആ ഒരു പവർ കുറഞ്ഞ് ഡൗൺ ആവും. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അകത്ത് നമുക്ക് പഴയ മോഡിലേക്ക് പോകുമ്പോൾ അപ്പൊ വീണ്ടും ഇതിനെ എനർജറ്റിക് ചെയ്യാനായിട്ട്, അതായത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ വീണ്ടും ആ പഴയ മോഡിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവിടെ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്. ഈ ടാങ്കിൽ ഉപ്പ് ലായനിയാണ് കലക്കേണ്ടത്. അപ്പൊ നമ്മൾ ഉപ്പിന്റെ സോഡിയം ക്ലോറൈഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. ഈ ടാങ്കിൽ നമ്മൾ ഇപ്പൊ 50 ലിറ്റർ ടാങ്കാണ്. ഇതിലേക്ക് വെള്ളം നമ്മൾ നിറച്ചിട്ട് അതിനകത്ത് ഉപ്പ് പൊട്ടിച്ചിടാം. ഉപ്പ് പൊട്ടിച്ചിട്ടിട്ട് ഇപ്പൊ നമുക്ക് സാധാരണ സോൾട്ട് ടാബ്ലറ്റ് കിട്ടും, ഓൺലൈനിൽ വരെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചത് പിന്നെ അത് കല്ലുപ്പാണ്. കല്ലുപ്പ് തന്നെ പൊട്ടി നമുക്ക് ഉപ്പ് ലായനി ആയാൽ മതി. അപ്പൊ ആ ഉപ്പ് ലായനി നമ്മൾ ഇതിനകത്ത് കലക്കിയിട്ട്, അപ്പൊ ഇതിനകത്ത് ഉപ്പ് ലായനി ഇപ്പൊ നമുക്ക് നമ്മുടെ ഹാർഡ്നെസ് ഇപ്പൊ ഏകദേശം 250-300 ആണെങ്കിൽ 250 തന്നെ ആണെന്ന് വിചാരിക്കുക. അതുപോലെ നമ്മുടെ മീഡിയ എത്രത്തോളം ഇട്ടിട്ടുണ്ട്, ഈ മീഡിയ നമ്മൾ ഇട്ടിരിക്കുന്നത് 50 കിലോ ആണ്. അപ്പൊ 1 ലിറ്ററിന് വരുന്നത് നമുക്ക് 150 ഗ്രാമാണ് വരുന്നത്. അപ്പൊ 150 × 50 എന്ന് പറയുമ്പോൾ 7500 വരും. അപ്പൊ 7.5 കിലോ ഉപ്പ്.
അത് ഓൾറെഡി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇപ്പൊ ഇടണ്ട, കാരണം പുതിയ മീഡിയ അതിന്റെ പേരിൽ അതിന്റെ ആവശ്യമില്ല. ഇനി അടുത്ത ദിവസം നമ്മൾ റീജനറേറ്റ് ചെയ്യുന്ന ഒരു ടൈം വരുമല്ല, ഈ സോഫ്റ്റ് വാട്ടർ പോയിട്ട് പഴയ മൂഡിലേക്ക് പോകുന്ന സമയത്ത് ആ ഉപ്പ് നിങ്ങൾ ഇതിനകത്ത് ഇടാം, വെള്ളം കലക്കാം, അതിനെ റെഡി ആക്കിയിട്ട് റീജനറേഷൻ എന്ന് പറഞ്ഞ മൂഡിലേക്ക് ഇടാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റിൻസ് എന്ന് പറഞ്ഞ മോഡിലേക്ക് ഇറങ്ങുന്നത്. റീജനറേഷൻ മോഡ് ഇവിടെ 3 മോഡാണ് ഉള്ളത്: സർവീസ് മോഡ്, റിൻസ് മോഡ്, റീജനറേഷൻ മോഡ്. ഇതിനിങ്ങനെയാണ്, മറ്റേതിന് വേറെ രീതിയിലായിരുന്നു. ബാക്ക് വാഷ്, റിൻസ്, ഫിൽട്ടർ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീജനറേഷൻ, റിൻസ്, സർവീസ്, രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഇതിന് കഴുകേണ്ട സമയമാകുമ്പോ, അതായത് ഇതിന്റെ നമ്മൾ ആ ഒരു റീജനറേഷൻ ചെയ്യേണ്ട സമയമാകുമ്പോ നേരെ പ്രസ് ചെയ്ത് റീജനറേഷനിലേക്ക് ഇടാം. റീജനറേഷൻ കിട്ടണമെങ്കിൽ അപ്പൊ അതിലെ വെള്ളം പോവില്ല, കാരണം ഇതിന്റെ എങ്ങനെ നമുക്ക് പ്രഷറിലേക്ക് കൊടുക്കണം. അപ്പൊ അതിന് ചെയ്യേണ്ടത് ഇവിടുത്തെ ഈ ഒരു വാൽവില്ലേ, ഈ ഒരു വാൽവ് ഇത് നമ്മൾ മോട്ടറിന്റെ ലൈനിൽ നിന്ന് ലൂപ്പ് ചെയ്ത് എടുത്തേക്കണതാ. ഈ ഒരു വാൽവ് മോട്ടർ അടിച്ചിട്ട് ഇത് തുറക്കാം, എന്നിട്ട് ഇത് പയ്യെ അടച്ചു കൊടുക്കാം, ഇത് മടക്കാം. അപ്പൊ മേലോട്ട് പോവില്ല, നല്ല വെള്ളം നേരെ ഈ ഫിൽറ്റർ വഴി കയറി ഇതിലെ വരും. അപ്പൊ അതിലെ റീജനറേഷൻ കിട്ടുന്നതിന്റെ പേരിൽ അതിലെ വെള്ളം പോകും. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഈ ഉപ്പ് ലായനി നമുക്ക് അകത്തേക്ക് കയറ്റിയിട്ട് പുറത്തേക്ക് വേണം. അപ്പൊ ഈ വാൽവ് തുറന്നു കൊടുക്കാം. അപ്പൊ ഈ ലായനി അത് സക്ക് ചെയ്ത് നേരെ ഇതിനകത്ത് കയറ്റിയിട്ട് നേരെ പുറത്തേക്ക് നോക്കുള്ളൂ. അപ്പൊ വീണ്ടും ഇത് എനർജറ്റിക് ആയിട്ട് പുതിയ മോഡിലേക്ക് വരും. അപ്പൊ നമുക്ക് വീണ്ടും ഈ ഒരു കാലയളവ് നമുക്ക് സോഫ്റ്റ് വാട്ടർ വരും. അതാണ് ഈ ഒരു വെസലിന്റെ പ്രത്യേകത. ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ ഞാൻ ഈ വീഡിയോ രൂപത്തിൽ എടുക്കുന്ന കാരണം അതാണ്. അതുകൊണ്ട് ചേച്ചി ഇപ്പൊ പേനെ മനസ്സിലായിട്ട് വന്ന് എഴുതിക്കൊണ്ടിരുന്നാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. ഈ വീഡിയോ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ച് വ്യക്തത വരും. അപ്പൊ ഏകദേശം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ. കൂടാതെ നമ്മുടെ നോർമലൈസ് ചെയ്യാൻ പോയണ്ടോ, നമ്മൾ കസ്റ്റമർ കാര്യങ്ങളൊക്കെ കുറച്ച് വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, അതിനാണ് ഞാൻ വീഡിയോയിൽ ഒരു വീട്ടിൽ എടുത്തേക്കാം. അപ്പൊ ഞാനത് വഴിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തോളാം. ഇപ്പൊ നമ്മളിത് ഇപ്പൊ റീജനറേഷൻ മോഡിൽ നമ്മൾ നേരെ വീണ്ടും റിൻസിലേക്ക് ഇടാൻ പോയിന്. റിൻസിലേക്ക് ഇടുമ്പോ അപ്പോഴും വെള്ളം പോകും. നമുക്കപ്പോ ഈ വാൽവ് അടച്ചു വെച്ചേക്കാം. ഇപ്പൊ ഇതിന്റെ ആവശ്യമില്ല, കാരണം പുതിയ മീഡിയ അതിന്റെ പേരിൽ റീജനറേഷൻ ചെയ്യേണ്ട കാര്യം അതിപ്പോ ഉപ്പുലായനി അല്ല, വെറുതെ സാധാ വെള്ളമാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് മാത്രം ഉപ്പുലായനി കലക്കിയിട്ട് നമ്മൾ അതിനകത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് അവിടെ റിൻസിൽ വെള്ളം പോകുന്നുണ്ട് കഴുകിയിട്ട്. ഇനി ആ റിൻസ് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇതിനെ ലൈനപ്പ് ചെയ്യണം. അത് ഞാൻ ചെയ്യാൻ പോകണം. ഇപ്പൊ നമ്മുടെ ഗ്രാവിറ്റി വാൽവ് ഓപ്പൺ ചെയ്യാം, മോട്ടർ ലൈൻ ക്ലോസ് ചെയ്യാം, എന്നിട്ട് റിൻസിൽ നിന്ന് നമ്മൾ നേരെ സർവീസ് മോഡിലേക്ക് ഇടുന്നു. അപ്പോ പ്രോസസ് സ്റ്റാർട്ടായി. നേരെ നമ്മൾ അകത്തേക്ക് വെള്ളം എടുക്കാൻ പോവുകയാണ്. അപ്പൊ അതെ നമ്മുടെ സാമ്പിൾ പോയിന്റ് കൂടി വെള്ളം പുറത്തേക്ക് വരികയാണ്. 2 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും അഴുക്കും അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫ്ലഷ് ഔട്ട് ചെയ്തിട്ട് നേരെ നമുക്ക് ഈ മെയിൻ വാൽവ് ഓപ്പൺ ചെയ്യാം, നമ്മുടെ അകത്തേക്കുള്ള വാൽവ്. സോ ഞാനതിപ്പോ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. മെയിൻ വാൽവ് ഓപ്പൺ ചെയ്തു, പയ്യെ നമ്മളെ സാമ്പിൾ പോയിന്റ് അടിച്ചു. ഇപ്പൊ സിസ്റ്റം നോർമലൈസ് ആയി. ഇനി മോട്ടർ ഓഫ് ചെയ്തോളൂ. അപ്പൊ കൂടാതെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ വെള്ളവും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയാണ്. കാരണം ഇവിടെ ഏകദേശം ഒരു 300 PPM അടുത്ത് നമുക്ക് ഹാർഡ്നെസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ സോഫ്റ്റ്നർ വെസൽ വെച്ചിട്ട് ഹാർഡ്നെസിന്റെ പ്രശ്നം മാറിയോ എന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പൊ ആദ്യം നമുക്ക് ഹാർഡ്നെസ് ചെക്ക് ചെയ്യാം. പിന്നെ ടർബിഡിറ്റി അയണൊക്കെ മാറി എന്നുള്ള കാര്യം നമുക്ക് നമ്മുടെ സാമ്പിൾ എടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ആദ്യം നമുക്കൊന്ന് ഹാർഡ്നെസ് ചെക്ക് ചെയ്യാം. അപ്പൊ നേരെ നമുക്ക് ആദ്യം സാമ്പിൾ എടുത്ത് നോക്കാം. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് വെള്ളം. അപ്പൊ അതുകൊണ്ട് മാത്രമായില്ല, നമുക്ക് ഇതിന്റെ ഹാർഡ്നെസ് കൂടി ടെസ്റ്റ് ചെയ്യാം. റോ വാട്ടറിന്റെ കളർ ഇതാണ് കേട്ടോ. ഇത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എത്രത്തോളം നമ്മളുടെ വെള്ളം ടർബിഡിറ്റി മാറി നല്ല ക്ലിയറിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ടർബിഡിറ്റി നമുക്ക് പ്രത്യേകം ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അയണും ടർബിഡിറ്റി ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോ നമുക്ക് ആദ്യം ഹാർഡ്നെസ് നോക്കാം. ഹാർഡ്നെസ് നോക്കാനായിട്ട് നമ്മൾ ടെസ്റ്റിംഗ് മെത്തേഡ് എടുത്തിട്ടുണ്ട്. ഹാർഡ്നെസ് ടെസ്റ്റിംഗ് കിറ്റാണ് ഉള്ളത്. ഇതിൽ നമുക്ക് 10 ml എടുക്കാം. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സൊല്യൂഷൻ ആണത്. 10 ml എടുത്തു. ഇതിലേക്ക് നമുക്ക് ഇതിന്റെ ഹാർഡ്നർ ഇട്ട് കൊടുക്കാം. ഹാർഡ്നർ ഇട്ടു. എന്നിട്ട് ഇതിന്റെ
സൊല്യൂഷനുകൾ 1 by 1 ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സൊല്യൂഷൻ നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിന്റെ ഹാർഡ്നെസ് കറക്റ്റ് ആയിട്ട് അറിയാനുള്ള ഒരു പരിപാടിയാണ് ഈ ഒരു സൊല്യൂഷൻ. ഇത് ആഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇത് നമ്മൾ എത്ര തുള്ളി ആഡ് ചെയ്യണോ അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം 25 ആയിട്ട്. അങ്ങനെയാണ് നമ്മൾ ഹാർഡ്നെസ് കണക്കാക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ കളർ കോഡ് ഇപ്പൊ ഒരു റെഡ്, ഒരു എന്താ പറയണ, ഒരു റെഡ് അല്ല, റോസ് അല്ല, അങ്ങനത്തെ ഒരു കളറിലാണ് നിൽക്കുന്നത് നമ്മൾ ആ ആദ്യത്തെ സൊല്യൂഷൻ ഇട്ടതിന് ശേഷം. ഇനി ഇത് ഒഴിക്കുമ്പോൾ നമുക്ക് നീല കളറിലേക്ക് വരണം. നമ്മൾ ഒരു തുള്ളി ഒഴിച്ചു, രണ്ടാമത്തെ തുള്ളിയും ഒഴിച്ചു, ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തു. അല്ല, നമുക്ക് ഇതിന് തന്നെ മനസ്സിലാക്കാവുന്നുള്ളൂ. ഇപ്പോ ലെസ് ദാൻ 50 ഉണ്ടാവുള്ളൂ ഹാർഡ്നെസ്. അപ്പോൾ നമ്മുടെ ഹാർഡ്നെസ് നോർമൽ ആയിട്ടുണ്ട്, നോർമൽ എക്സലന്റ് വാട്ടർ ആയിട്ടുണ്ട്. ഇനി ഇത് റീജനറേഷൻ ചെയ്യേണ്ട എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോഫ്റ്റ് വാട്ടർ മാറി ഹാർഡ് വാട്ടറിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് റീജനറേഷൻ ചെയ്യേണ്ട ആവശ്യകത. ഏകദേശം ഒരു 3 ആഴ്ച അല്ലെങ്കിൽ 1 മന്തിന്റെ ഡ്യൂറേഷൻ ഉണ്ടാവും. കാരണം ഇവിടുത്തെ യൂസേജിനെയൊക്കെ ആശ്രയിച്ചിരിക്കും അതിന്റെ ഇത്. അപ്പൊ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കസ്റ്റമറുടെ അടുത്ത്. നമുക്ക് ഹാർഡ് വാട്ടർ എന്ന് ഫീൽ ചെയ്യണോ അന്ന് റീജനറേഷൻ ചെയ്യുക. അതിനുള്ള നമ്മൾ റോ മെറ്റീരിയൽ എല്ലാം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് കാര്യങ്ങൾ പോയി വ്യക്തത വന്ന് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഫിൽട്രേഷൻ സിസ്റ്റം ഇൻസ്റ്റാളേഷനും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിലൂടെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ കേട്ടോ. അപ്പൊ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.